നമസ്കാരം, ഞാൻ ജിജി മാരിയോ. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പോസിറ്റീവ് വൈബിലിരിക്കണം, പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടാവണം, പക്ഷെ പറ്റുന്നില്ല. എപ്പോഴും വേറെന്തോ ടെൻഷനാ, നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതൊക്കെ. എല്ലാവരും പറയുന്നു പോസിറ്റീവായിട്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുക? പറ്റുന്നേ ഇല്ല. എനിക്ക് ആ പോസിറ്റീവ് വൈബ് വരുന്നേ ഇല്ലെന്നായി പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റിക്കകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റാത്തെന്നറിയാമോ? പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്കെല്ലാം നന്നായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായി ചിന്തിക്കണം, നല്ലത് നടക്കണമെന്ന് ചിന്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഭയം. ധൈര്യമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഭയമാണ് നമ്മളെ ഈ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മെന്റാലിറ്റിയിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആരും പ്രസന്റിൽ ജീവിക്കുന്നില്ല. ഈ ഒരു ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ജീവിക്കുന്നത് നാളുകളിലെ കുറിച്ച് ഓർത്തിട്ടാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നമുക്ക് എപ്പോഴും ഭയമാണ്, ഇല്ലേ? ആ ഭയമാണ് നമ്മളെ ഈ നെഗറ്റിവിറ്റി നമ്മളിൽ കൂടുതൽ കൊണ്ടുതരുന്നത്. പറഞ്ഞു വരുന്നത് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തിനെ കുറിച്ച് ഓർത്താ ഭയപ്പെടുന്നത്? നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് ഓർത്താല്ലേ ഭയപ്പെടുന്നത്. നമുക്ക് ഇതിലും ആ പ്രശ്നമാണ്, ഈ പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്, ഭർത്താവ് പ്രശ്നം, ഭാര്യ ഒരു പ്രശ്നം, മക്കളൊരു പ്രശ്നം, പഠനം ഒരു പ്രശ്നം, പിന്നെ സാമ്പത്തിക ഒരു പ്രശ്നം, രോഗം ഒരു പ്രശ്നം, അങ്ങനെ ഇങ്ങനെ എല്ലാം നമുക്കൊരു പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളെ നമ്മൾ പ്രശ്നമായി കാണുമ്പോഴാണ് അത് പ്രശ്നമായി മാറുന്നത്. ഇത് നമ്മുടെ ലൈഫിൽ ചിലത് സംഭവിക്കുന്നത് പ്രശ്നങ്ങളായിട്ടല്ല, ലൈഫിന്റെ സിറ്റുവേഷൻ ആണത്. ചില സാഹചര്യങ്ങളാണ്, ചില ഇൻസിഡന്റ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിദേശത്തേക്ക് ഒരു യാത്രയ്ക്ക് പോവാണ്. വളരെ കറക്റ്റ് ടൈമിങ്ങിലാണ് വണ്ടി കയറുന്നു, കാറിൽ പോകുന്നു. എനിക്ക് ഒരു 12 മണിക്ക് എനിക്ക് ഫ്ലൈറ്റ് ആണ്. അപ്പോഴത്തേക്ക് ഞാൻ വെളുപ്പിനെ തന്നെ എത്തണം. ഞാൻ നേരത്തെ പോകുന്ന വഴിക്ക് എൻ്റെ വണ്ടി പഞ്ചറായി. അപ്പോഴത്തേക്ക് ഞാൻ വെപ്രാളാകാൻ തുടങ്ങി, ടെൻഷൻ ആകാൻ തുടങ്ങി. ഞാൻ കൂടെ ഒന്ന് ബഹളം വയ്ക്കും, അയ്യോ ഫ്ലൈറ്റ് മിക്സ് ആവും, എനിക്ക് അവിടെ എത്തണം, അവിടെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല. വെപ്രാളപ്പെട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥ. ഞാൻ ഓരോരുത്തരെ വിളിക്കുന്നു, ചേട്ടാനെ വിളിക്കുന്നു, എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു. ആകെ പ്രശ്നമാണ് കേട്ടോ, മൊത്തത്തിൽ കുളവായി കേട്ടോ. എന്താ ചെയ്യണമെന്നറിയില്ല, വണ്ടി പഞ്ചറായി. ഞാനിപ്പോ എങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറും, എങ്ങനെ ഞാൻ എയർപോർട്ടിൽ ചെല്ലും? വെപ്രാളമായിട്ട് ഞാനതൊരു പ്രശ്നമാക്കി, ഇല്ലേ? ഞാൻ ഉടനെ എല്ലാവരും വിളിച്ച് പറയാം ഭയങ്കര പ്രശ്നമാണെന്ന് പറയാണ്. സത്യം പറഞ്ഞാൽ അതെന്താ അവിടെ സംഭവിക്കുന്നത്? അതൊരു പ്രശ്നമല്ല, അതൊരു സിറ്റുവേഷൻ ആണ്. മനസ്സിലായി? അതൊരു സാഹചര്യമാണ്, അതൊരു ഇൻസിഡന്റ് ആണ്, അത് നോർമലാണ്. നമ്മൾ വണ്ടികൾ എടുത്താലും ഏത് വണ്ടിയെ പഞ്ചറാവാത്തത്? വണ്ടി പഞ്ചറാവും. വണ്ടി പഞ്ചറാകുമ്പോൾ നമ്മളൊരു സൊല്യൂഷൻ കാണുക. പിന്നെ ഞാൻ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി, ഒരു ഓട്ടോക്കാരൻ വന്നപ്പോഴത്തേക്കും ഞാൻ കൈ കാണിച്ച് ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും പഞ്ചർ കടയുണ്ടോ? അപ്പോൾ പറഞ്ഞ് അപ്പുറത്തൊരു പഞ്ചർ കടയുണ്ട്, അവിടെ കൊണ്ടാക്കാം. അവിടെ പോയി പഞ്ചർ കടയിൽ പോയി ആളെ വിളിച്ചുകൊണ്ട് വന്ന് വണ്ടി പെട്ടെന്ന് തന്നെ ശരിയാക്കി. ഒരു 10, 15, 20 മിനിറ്റിനകത്ത് ടയറൊക്കെ മാറ്റി ടക്കെന്നെല്ലാം സെറ്റാക്കി യാത്ര എയർപോർട്ടിൽ എത്തി. പക്ഷേ ആ ഒരു അരമണിക്കൂർ പാനിക്കായി, പ്രശ്നമാക്കി, കോളമാക്കി, എല്ലാവരും വിളിച്ചു പറയുന്നു. എന്നിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ടോ അടുത്തിരിക്കുന്ന ഒരാളോട് പറയോ, ഞാൻ ആകെ പെട്ടുപോയി, പ്രശ്നത്തിലായിരുന്നു, എനിക്ക് ഫ്ലൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ വിദേശ രാജ്യത്ത് ചെന്നിട്ടോ റിസീവ് ചെയ്യാൻ വന്നവരും വെൽക്കം ചെയ്യാൻ വന്നവരും അല്ലെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഞാൻ വിളിച്ച് പറയാണ്, അയ്യോ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ, എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവുമായിരുന്നു, പക്ഷേ ആകെ പ്രോബ്ലത്തിലായിരുന്നു, ടയർ പഞ്ചറായി, അതൊരു പ്രോബ്ലമാണ്. മനസ്സിലായി? നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ സാഹചര്യം നടന്നു കഴിഞ്ഞു, നമുക്ക് ടയറൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു, നമ്മൾ രാജ്യത്ത് ഡെസ്റ്റിനേഷൻ എത്തിയെങ്കിലും നമ്മൾ ആ പ്രോബ്ലത്തെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് പ്രോബ്ലം അല്ല, അതൊരു ഇൻസിഡന്റ് ആണ്, അതൊരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഒരു സാഹചര്യമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിളിക്കുന്നു, കൂവുന്നു, കൂട്ടുന്നു. അതിനെക്കുറിച്ച് തന്നെ എത്ര പ്രാവശ്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര മാസങ്ങളോടും പറയും, ഇല്ലേ? ഓരോ പ്രാവശ്യം പറയും. പക്ഷെ അതിന്റെ പരിഹാരം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും പ്രോബ്ലം നമ്മൾ ചുമ്മാ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ജീവിതത്തില് ചില കാര്യങ്ങളെ പ്രശ്നങ്ങളായി കാണുമ്പോഴാണ് പ്രശ്നം. ചില കാര്യങ്ങളെ അതിന്റെ സംഭവമായിട്ടും സിറ്റുവേഷൻ ആയിട്ടും കണ്ടു കഴിഞ്ഞാൽ പ്രോബ്ലം ഒന്നും ഇല്ല. നമുക്കൊരു വലിയ സീരിയസ്നെസ്, ഗൗരവം കൊടുക്കാതെ പോയാൽ പല കാര്യങ്ങളും നമുക്ക് വേണ്ട രീതിയിൽ തരണം ചെയ്യാനുള്ള ധൈര്യം കിട്ടും, കപ്പാസിറ്റി കിട്ടും. ആ ഒരു ധൈര്യം വന്നു കഴിയുമ്പോൾ ഭയം വിട്ടുമാറും, ഒരു പോസിറ്റീവ് ഓറ നമ്മുടെ ചുറ്റും ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് മഴ സീസണാ അല്ലെ? ജൂൺ, മെയ്, ജൂൺ, ജൂലൈ 3 മാസം നല്ല തകർപ്പൻ മഴയുടെ കാല. സത്യം പറഞ്ഞാൽ എനിക്ക് മഴ ഒട്ടും ഇഷ്ടമല്ല.
ഓക്കെ. ഈ മഴ ഭയങ്കര പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചെളി, അവിടെ ചെളി, ഇവിടെ ചെളി, അറപ്പാകുന്നു, പിന്നെ ഭയങ്കര അസ്വസ്ഥത, ഒരു ഗ്ലൂമി വൈബ്, എപ്പോഴും ഡാർക്ക്നെസ്, ഇരുണ്ടിരിക്കും എന്ന് കരുതിയിട്ട് എനിക്ക് 3 മാസവും വീട്ടിൽ തന്നെ കുത്തിയിരിക്കാൻ പറ്റുമോ? കഥ കുറ്റിയിട്ടിട്ട് ഇല്ലേ? അതൊരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതൊരു സാഹചര്യമാണ്. ഒരു വർഷത്തിൽ ഒരു 3 മാസം മഴ പെയ്യും. മഴ പെയ്യുമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ മഴ പെയ്യില്ലേ പ്രാർത്ഥിച്ചുകൊണ്ട് മഴ പെയ്യാതിരിക്കുമോ? ഇല്ലേ? ഈ മഴ പെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്, കൃഷിക്കാരില്ലേ? അപ്പൊ ഈ മഴ പെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ആ മഴ പെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കൊട ചൂടി പോകും, നമ്മൾ റെയിൻ കോട്ട് ഇട്ട് പോകും, നമ്മൾ കുറച്ചും കൂടി നല്ല നല്ല ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, ഇല്ലേ? അതൊരു പരിഹാരം നമ്മൾ കൊണ്ടുവരും. അതേപോലെ ഭയങ്കര ചൂടുകാല, ഏപ്രിൽ, ഫെബ്രുവരി, മാർച്ച് ഏപ്രിലൊക്കെ ഭയങ്കര ചൂടാ, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ചൂടുകാലം ഇഷ്ടമില്ല, വേനൽക്കാലം ഇഷ്ടമല്ല, എന്തൊരു ചൂടാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുൾ ടൈം AC റൂമിനകത്ത് ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതൊരു സീസണാണ്, അതും ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ ഒരു സിറ്റുവേഷനിലും നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇടയ്ക്ക് നമ്മൾ നല്ല ഫാൻ ഇടും, തണുത്ത വെള്ളം കുടിക്കും, പോകുന്ന നേരം കുളിക്കും, ചൂട് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യും. അവിടെയും നമ്മൾ പരിഹാരം കണ്ടെത്തുന്നില്ലേ? ഇല്ലേ? എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചൂടുകാലം ഇനി വരരുതേ പ്രാർത്ഥിച്ചതുകൊണ്ട് ചൂടുകാലം പോകുമോ? ഇല്ല. അത് അതിന്റെ സിറ്റുവേഷനിൽ നടക്കുന്ന ചില സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ വർഷാവർഷം സീസണിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിലും ചില മഴക്കാലങ്ങൾ ഉണ്ടാവും, ചൂട് കാലങ്ങളും ഉണ്ടാവും. പിന്നെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ചില വസന്തകാലങ്ങളും ഉണ്ടാവും. പൂക്കളും ഒക്കെ വിരിഞ്ഞ് നല്ല രസകരമായി കാണുന്ന, പ്രകൃതിയെ പൂക്കൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ഇങ്ങനെ കുളിപ്പിച്ച് ഭംഗിയോട് നിർത്തുന്ന മനോഹരമായ ഒരു കാലമുണ്ട്, വസന്തകാലം. അതിനെ ആർക്കും ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും കാറ്റുണ്ടെങ്കിലും കോളുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വസന്തകാലമുണ്ട്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ മഴ വന്നെന്നും പറഞ്ഞിട്ട് കുരിഞ്ഞുകൂടി കുത്തിയിരിക്കാതെ, വെയിലാണെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വേർത്തൊഴുകി പ്രാഗി പിറുപിറുത്തിരിക്കാതെ, ഇതൊക്കെ കടന്നു പോകുമ്പോൾ ഒരു വസന്തകാലം വരും. ഓക്കെ, ഇതൊക്കെ കടന്നു പോയാൽ മാത്രമാണ് വസന്തകാലത്തിൽ എത്താൻ പറ്റുക. ഇത് നമ്മൾ ഓവർകം ചെയ്തു പോയാൽ മാത്രമാണ് വസന്തകാലത്തിൽ എത്താൻ പറ്റുക. അതുകൊണ്ട് ചില മഴക്കാലങ്ങളും ചില വേനൽക്കാലങ്ങളും, അതായത് ജീവിതത്തിന്റെ കഷ്ടപ്പാടാവുന്ന മഴക്കാലങ്ങളും വേദനകളും വേനൽക്കാലങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കിത് കടന്നുപോയേ പറ്റുള്ളൂ. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എത്ര പൈസ ഇല്ലാത്തവനാണെങ്കിലും, അത്താഴപ്പട്ടിണിക്കാരനാണെങ്കിലും വേദനകൾ എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ട് വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ചിലർക്ക് അത് ചുമക്കാനുള്ള വലിയ കപ്പാസിറ്റി ഉണ്ടാവും, ചിലർക്ക് ഒട്ടും ചുമക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓരോരുത്തർക്കും വേദന ചുമക്കാനുള്ള ഡെൻസിറ്റിയുടെ അളവ് വ്യത്യസ്തമാണ്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾക്ക് മുള്ളുകൊണ്ടാലേ അവൾ ഒരാഴ്ച ലീവ് എടുക്കും. ഭയങ്കര വേദനയാ. കാരണം അവരുടെ ശരീരത്തിന് വേദനയുടെ ഡെൻസിറ്റി അത്രയേ ഉള്ളൂ. അവൾക്ക് വേദന വന്നാൽ ചെറിയൊരു മുള്ളു കൊണ്ടാൽ പോലും ഭയങ്കര വേദനകളാണ് വരുന്നത്. അപ്പോ അതേസമയം എന്നെ സംബന്ധിച്ചെന്നറിയാവോ, ഞാൻ അടുക്കളയിൽ കയറി എന്റെ കൈ എപ്പോഴും പൊള്ളും. ഞാൻ ചിലപ്പോൾ ചെരുപ്പില്ലാതെ മിക്കപ്പോഴും ഞാൻ ഇതിലേക്കൂടെ ഈവനിങ് വാക്കൊക്കെ പോകുമ്പോൾ ചെരുപ്പില്ലാണ്ട കല്ലിലും മുള്ളിലൊക്കെ പോകുന്നത്. അപ്പൊ കാല് കുപ്പിച്ചില് കൊള്ളും, മുള്ളുകൾ കൊള്ളും, എല്ലാം കാണുന്നത് മനസ്സിലായോ? അപ്പോ ഞാൻ ഈ പറഞ്ഞ ചില വേദനകൾ ചിലർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രതീക്ഷയോട് കാത്തിരിക്കേണ്ട ഒരു കാര്യം, വസന്തകാലം പുറകെ ഉണ്ടെന്നാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരിക്കാം, വിഷമത്തിലായിരിക്കാം. എനിക്ക് മാത്രം എന്താ കഷ്ടപ്പാട്, എനിക്ക് മാത്രം എന്താ ഇത്രയൊക്കെ ദ്രോഹമൊക്കെ, എനിക്ക് മാത്രം എന്താ ഇത്രയൊക്കെ അവഗണനയൊക്കെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ ഒരു നാണക്കേടൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും അതിനൊരു അവസാനം ഉണ്ടെന്നേ. എല്ലാവരും ദൈവം എപ്പോഴും കഷ്ടപ്പെടുത്താൻ വിടത്തില്ല. വസന്തകാലം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഓൺ വഴി നമ്മളൊന്ന് എഴുന്നേറ്റ് നോക്കിയേ. നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ജീവിക്കുന്നില്ല എന്നുള്ളത്, ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളൊന്ന് പുറത്തോട്ട് നോക്കിയോ, റോഡിലോട്ടൊന്ന് ഇറങ്ങി നോക്കിയേ. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ വഴിയരികിലെ കുപ്പത്തൊട്ടിൽ നിന്ന് പോലും ഭക്ഷണം എടുത്തു കഴിക്കുന്ന തെരുവ് പിള്ളേര്. ഇല്ലേ? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് അറിയാവോ? അയ്യോ ദൈവമേ, എനിക്ക് ആ അവസ്ഥ നീ തന്നില്ലല്ലോ എന്നോർത്തുന്ന നീല്ലേ പറയണ്ടേ? പിന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഏതെങ്കിലും റോഡിന്റെ തെരുവോരത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ചില ഭ്രാന്തന്മാരെ കാണാൻ പറ്റും.
എന്തൊക്കെയോ പിറുപിറുത്ത് നരച്ച് അഴുക്കുള്ള വസ്ത്രത്തിൽ ജട പിടിച്ച് മുടിയൊക്കെ ആയിട്ട് കോലം കെട്ട ആരെങ്കിലുമൊക്കെ ഭ്രാന്തനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അവരെ കാണുമ്പോൾ നമ്മൾ പറയണം, അയ്യോ എന്റെ പൊന്നു ദൈവമേ, എന്നെ നീ ഒരു ഭ്രാന്തനാക്കി മാറ്റിയില്ലല്ലോ. അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. പിന്നെയോ നിങ്ങളൊന്ന് റോഡിലോട്ടൊന്ന് മാറി നോക്കിയേ. ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസ്, ജീവൻ മരണ വെപ്രാളത്തില് ജീവൻ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ ഈ ഓടി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൽ ഡ്രൈവർ ആംബുലൻസ് ഓടിച്ചു കൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾ ചിന്തിക്കണം, അയ്യോ എന്നെ ഇത്രയും വലിയൊരു രോഗിയാക്കിയില്ലല്ലോ തമ്പുരാനെ, നന്ദി ദൈവമേ. പ്രസന്റിൽ ജീവിക്കേ. പിന്നെയോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ചില വീടുകളിൽ മരണങ്ങളുടെ വിലാപങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാം. അവർ ഉറ്റവര് മരിച്ചു, പ്രിയപ്പെട്ടവർ മരിച്ചു, മോർച്ചറിയിലോട്ട് ആംബുലൻസിൽ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന കാണാം. ഇതൊക്കെ നമ്മൾ ദൈനംദിനം ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളില്ലേ. അപ്പൊ അങ്ങനെ നോക്കും, ദൈവമേ അയ്യോ ഞാനിപ്പോഴും ജിജി ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, എന്നെ പെട്ടെന്ന് മരിപ്പിച്ചില്ലല്ലോ, എനിക്ക് ആയുസ് തന്നില്ലേ എന്നോർത്ത് എന്തുകൊണ്ട് നമ്മൾ നന്ദി പറയുന്നില്ല അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നന്ദി പറയാനായിട്ട് തന്നെ, ദൈവത്തിന്റെ അടുത്ത് നന്ദി പറയാൻ തന്നെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തമ്പുരാൻ തന്നിരിക്കുന്നത്. നല്ല ജോലിയുണ്ട്, ഭക്ഷണമുണ്ട്, അല്ലേ, എല്ലാ കാര്യം ജീവനോട് ഇരിക്കുന്നുണ്ട്. എത്രയോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രസന്റിൽ ജീവിക്കുക. ഇന്നലെ ജീവിക്കുക, നാളെ ജീവിക്കണ്ട, ഇന്നലെയിലും ജീവിക്കണ്ട. ഇന്നലെയിലും നാളെയിലും ജീവിക്കുന്നുണ്ട്, പ്രസന്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ഒരുപാട് നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് നന്ദി പറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ ഒന്ന് കണക്കെടുക്കുക. നിങ്ങൾ ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ സീരിയസ് ആയിട്ട് ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കി. കഴിഞ്ഞ 10 വർഷത്തിൽ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, നിങ്ങൾ എവിടെയായിരുന്നു, എന്തായിരുന്നു ഇപ്പോഴത്തെ ഗ്രോത്ത്, നിങ്ങളുടെ സാലറി, നിങ്ങൾ ഈ ഗ്രോത്ത് എല്ലാം ഒന്ന് നോക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈവൻ ദെൻ കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടില്ലേ? സന്തോഷങ്ങൾ നിറഞ്ഞ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടില്ലേ? പിന്നെ എന്തിനാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ക്ലിങ് ആയി കിടന്നിട്ട് വേദനിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? വിട്ടുകളയെ. അതൊക്കെ ജീവിതത്തിന്റെ സിറ്റുവേഷൻസ് ആണ്, ചില സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ, അത് അനിവാര്യമാ, അത് ദൈവം അനുവദിച്ചതാ. ചിലപ്പോൾ നമ്മൾ ബെറ്റർ ആക്കി മാറ്റാനായിരിക്കും, ഒരു ബെറ്റർ പൊസിഷൻ കിട്ടാനായിരിക്കും, ഒരു ബെറ്റർ ലൈഫ് കിട്ടാനായിരിക്കും, ഒരു ബെറ്റർ പാർട്ട്ണർ കിട്ടാനായിരിക്കും, ഒരു ബെറ്റർ പ്രൊഫൈൽ കിട്ടാനായിരിക്കും, ഒരു ബെറ്റർ ഹൗസ് കിട്ടാനായിരിക്കും, ഒരു ബെറ്റർ കാർ കിട്ടാനായിരിക്കും, ആർക്കറിയാം. സോ ഞാൻ ഇപ്പോഴും പറഞ്ഞു വരുന്നു, ഈ മഴക്കാലം എന്ന കഷ്ടപ്പാടും വേനൽക്കാലം എന്ന കഷ്ടപ്പാടും ജീവിതത്തിൽ എന്നും ഉണ്ടാവും. അത് ഒരു നല്ല വസന്തകാലത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യു ഡോണ്ട് വറി. എന്തെങ്കിലും സങ്കടത്തില് വിഷമത്തില് ഒക്കെ ഇരിക്കുന്നുണ്ടേ എങ്കിൽ യു ഡോണ്ട് വറി, റിലാക്സ്. ഓക്കെ, തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കത്തുമില്ല, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക, ജെന്യൂൻ ആയിട്ടിരിക്കുക, എല്ലാവരും അങ്ങ് സ്നേഹിക്കാൻ നോക്കുക. ഓക്കെ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട്. അവള് പറയാണ്, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, മക്കൾ സ്നേഹിക്കുന്നില്ല, അമ്മ സ്നേഹിക്കുന്നില്ല, ഓരും സ്നേഹിക്കുന്നില്ല, ആർക്കും ഇഷ്ടമില്ല. ഞാൻ എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട്, എത്ര ഡെപ്തിലാണ് സ്നേഹിക്കുന്നത്, അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയേ. അങ്ങോട്ട് ചുമ്മാ ഒന്ന് സ്നേഹം കൊടുത്തു നോക്കുക. ഓക്കെ, അപ്പോൾ ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വസന്തകാലം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് താമസിയാതെ നല്ലൊരു വസന്തകാലമുണ്ട്. വസന്തകാലം വന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു.